Hi everyone. So Prepwise UG plus Phata-Phat live series in മറ്റൊരു സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ. നമ്മൾ CUET PG ലൈവ് സീരീസിൽ മാത്സിൻ്റെ ഒരു സെഷൻ കുറച്ച് മുന്നേ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി ഒരു സെഷൻ കൂടി നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു, നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? നമ്മൾ ലീനിയർ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആൻഡ് റിയൽ അനാലിസിസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെഷനിലോട്ട് വരുമ്പോഴേക്കും റിയൽ അനാലിസിസിൻ്റെ ബാക്കി കുറച്ച് പോർഷൻസും വെക്ടർ കാൽക്കുലസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് അധികം സംസാരിച്ചിരിക്കാണ്ട് പ്രോബ്ലംസിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ, സോ പ്രീവിയസ് സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് പോയിട്ട് കാണുക. എല്ലാ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമല്ലോ. സോ എല്ലാ ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നൊക്കെ. സോ ആ വീഡിയോ പോയിട്ട് കാണുക. ആൻഡ് നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലെറ്റ് Q complement denote the complement of the set of rational numbers Q. The set of all boundary points of Q in the set of real numbers is. സോ ഇത്രയേ ഉള്ളൂ. ക്യൂ കോംപ്ലിമെന്റ്, ക്യൂ എന്ന് പറയുന്ന റാഷണൽ നമ്പർ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിന്റ്സ് ഓഫ് ക്യൂ ആണ് നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പല രീതിയിൽ ഇത് ആലോചിക്കാം, ബൗണ്ടറിന്റെ ഡെഫിനേഷൻ വെച്ചിട്ടൊക്കെ ആലോചിക്കാം. പക്ഷേ ഏറ്റവും സിംപ്ലർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സെറ്റിന്റെ ബൗണ്ടറി പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു പോയിന്റിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്താലും സെറ്റിന്റെ ഇൻസൈഡ് ഉള്ള എലമെന്റ്സും സെറ്റിന്റെ പുറത്തുള്ള എലമെന്റ്സും വേണം. സോ ഈ ഒരു രീതിയിൽ ഇതൊരു ബൗണ്ടറി ആണല്ലേ, ഇങ്ങനെ ഉള്ളിലുള്ള എലമെന്റ്സും പുറത്തുള്ള എലമെന്റ്സും വരുന്ന രീതിയിലായിരിക്കും ഒരു ബൗണ്ടറി പോയിന്റ് ഉണ്ടാവുക ഏതൊരു നെയ്ബർഹുഡ് എടുത്താലും. സോ ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം റാഷണൽസിന്റെ സെറ്റ് ആണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു റിയൽ ലൈൻ എടുക്കുക എന്ന് വിചാരിക്കാം. ഏതെങ്കിലും ഒരു റിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് റാഷണൽ ആവാം, ഇറാഷണൽ ആവാം. സോ ഒരു റിയൽ നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏത് ചെറിയ നെയ്ബർഹുഡ് എടുത്താലും, ദാറ്റ് ഈസ് എവറി നെയ്ബർഹുഡ് ഓഫ് ഇറ്റ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് വിച്ച് ഇസ് റാഷണൽ ആൻഡ് വിച്ച് ഇസ് ഇറാഷണൽ. അതായത് നമ്മൾ ഇങ്ങനെ ഒരു റിയൽ നമ്പറിന്റെ നെയ്ബർഹുഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ റാഷണൽസും ഇറാഷണൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്യൂവിൽ നിന്നും ക്യൂയുടെ പുറത്തു നിന്നുള്ള എലമെന്റ്സ് ഉണ്ടാവും ഏതൊരു റിയൽ നമ്പർ എടുത്താലും. നമ്മൾ പഠിച്ചിട്ടുണ്ട് റാഷണൽസും ഇറാഷണലും ഒക്കെ ആറിൽ ഡെൻസ് ആണ് എന്നൊക്കെ. ഇവരിങ്ങനെ തിങ്ങി നിറഞ്ഞ് അടുത്തടുത്ത് ഇരിക്കുകയാണ്. സോ നമുക്ക് അവരെ ഒഴിവാക്കിയിട്ട്, അതായത് ഒരു നെയ്ബർഹുഡ് ക്യൂ ഉണ്ട് പക്ഷേ ഇറാഷണൽസ് ഇല്ല, ആ രീതിയിൽ നമുക്ക് ഒരിക്കലും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഏതൊരു റിയൽ നമ്പർ എടുത്താലും അത് ശരിക്കും എന്താണ്, ഒരു ബൗണ്ടറി പോയിന്റ് ആണ്. കാരണം അതിന്റെ ഒരു നെയ്ബർഹുഡിൽ എന്തുണ്ടാവും, റാഷണൽസും ഇറാഷണൽസും ഒരുപോലെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഹോൾ സെറ്റ് ആർ എന്താണ്, സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിന്റ്സ് ആണ് എന്ന് പറയാൻ പറ്റും ക്യൂ എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റിന്റെ. ഇതുപോലെ തന്നെയാണ് ഇറാഷണലിന്റെ കേസും. ഇറാഷണൽ നമ്പേഴ്സിന്റെ ബൗണ്ടറി പോയിന്റ്സ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ ഹോൾ സെറ്റ് ആർ തന്നെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ 2 ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇത് പല രീതിയിൽ ഡെഫിനേഷൻ യൂസ് ചെയ്ത് ക്യൂ ക്ലോഷർ മൈനസ് ക്യൂ ഇന്റീരിയർ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. പക്ഷേ ലോജിക്കലി ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ് ക്യൂ എന്ന് പറയുന്ന റാഷണൽസിന്റെ സെറ്റിന്റെ ബൗണ്ടറി പോയിന്റ്സ് എന്ന് പറയുന്നത് ഹോൾ സെറ്റ് ആർ തന്നെയാണ്. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ്? ദ സെറ്റ് യു ഇസ് ഈക്വൽ ടു എക്സ് ബിലോങ് ടു ആർ സച്ച് ദാറ്റ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എസ് ക്ലോസ്ഡ്, ഓപ്പൺ, neither open nor closed and both open and closed. ഒരു സെറ്റ് തന്നിട്ട് ഈ ഒരു സെറ്റ് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ അല്ലെങ്കിൽ ഓപ്പൺ അല്ലേ ക്ലോസ്ഡ് അല്ലേ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സൈൻ എക്സുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരു കാര്യം, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ എന്ന് പറഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എൻ പൈ പ്ലസ് മൈനസ് 1/y ആണ് എന്ന് നമുക്കറിയാം അല്ലേ. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1/n/. സോ ഇവിടെ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്നാണ് തന്നിട്ടുള്ളത്. ഹാഫ് ഏത് വാല്യൂ ആണ് ശരിക്കും? sin π/6 ആണല്ലേ. സോ വി ഹാവ് sin x is equal to sin π/6 which implies x is equal to n pi plus minus 1/y. ഇവിടെ y ആയിട്ട് വരുന്നത് minus 1/ny എന്നാണ് കേട്ടോ. minus 1/y എന്നല്ല, minus 1/ny എന്നാണ്. സോ n pi plus minus 1/n ഇവിടെ y ആയിട്ട് നമുക്ക് π/6 കിട്ടും. സോ ഇവിടെ നമ്മൾ എന്നിന്റെ വാല്യൂസ് മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ് കിട്ടും. അതായത് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 1/2 ആവുന്ന വാല്യൂസ് കിട്ടും. വിച്ച് ഇസ് നമുക്ക് ആദ്യം n 0 എന്ന് കൊടുത്താൽ ഇത് എന്തായിട്ട് മാറും, n പൈ 0 ആയിട്ട് മാറും. മൈനസ് 1/n എന്ന് പറയുന്നത് 1 ആവും ആൻഡ് വി ഗെറ്റ് π/6. അതുപോലെ നമുക്ക് 1 കൊടുത്താൽ, എങ്ങനെ 1 കൊടുത്താൽ നമുക്ക് ഇത് പൈ മൈനസ് π/6 എന്നാണ് കിട്ടുക. കാരണം -1/1 -1 ആണല്ലേ. സോ വി ഹാവ് 5π/6. സോ ഇത് മറ്റൊരു വാല്യൂ ആണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് വാല്യൂസ് കിട്ടും അല്ലേ. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ആണ് കിട്ടുക, π/6 5/6 എക്സെട്ര എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഇസ് എ ഡിസ്ക്രീറ്റ് സെറ്റ് അല്ലേ. ഇത് ഇന്റർവെൽ ഒന്നുമല്ല, കുറച്ച് പെർട്ടിക്കുലർ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആണ്, കുറേ ഐസൊലേറ്റഡ് പോയിന്റ്സ് പോലെ കുറേ പോയിന്റ്സ് ആണ്. ഇതൊരു ഡിസ്ക്രീറ്റ് സെറ്റ് ആണ്. ഇങ്ങനെ ഒരു സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കുമോ ഓപ്പൺ ആയിരിക്കുമോ? നമുക്കറിയാം ഇങ്ങനത്തെ ഡിസ്ക്രീറ്റ് സെറ്റ്സ് ഒക്കെ എന്തായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. കാരണം അതിന് ലിമിറ്റ് പോയിന്റ്സ് ഇല്ല അല്ലേ. നമുക്ക് ലിമിറ്റ് പോയിന്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ ഒരു സെറ്റിന് π/6 5π/6 എക്സെട്രയ്ക്ക് ലിമിറ്റ് പോയിന്റ്സ് ഇല്ല. സോ ഇങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് സെറ്റ് കണ്ടെയ്ൻസ് നോ ലിമിറ്റ് പോയിന്റ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ്ഡ് സെറ്റിന്റെ ഡെഫിനിഷനിൽ എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ് എന്നാണ് പറയാം. പക്ഷേ
This set has no limit points. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ്ഡ് ആണെന്ന് ഡയറക്റ്റ്ലി പറയാൻ പറ്റും. Which means the set u is equal to x belong to r sin x is equal to half is closed. ഇത് മറ്റൊരു രീതിയിൽ കോംപ്ലിമെന്റ് ഓപ്പൺ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതാണ് ശരിക്കും ഈ ഒരു ഏരിയയുടെ ഒരു കംഫർട്ടബിൾ സോൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കി പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതെന്താണ് ക്ലോസ്ഡ് ആണ്. ഇങ്ങനത്തെ ഡിസ്ക്രീറ്റ് സെറ്റ്സ് ഒക്കെ വന്നാൽ അത് ക്ലോസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. അടുത്തത് എന്താണ്? ഇൻ ദി ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് e raised to x about x is equal to 2 ദി കോഎഫിഷ്യന്റ് ഓഫ് x minus 2 raised to 4 is. നമുക്ക് ആദ്യം ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്തായിരുന്നു? f of x is equal to f of a plus f dash of a by 1 factorial into x minus a plus f double dash of a by 2 factorial into x minus a square plus etc plus ഇനിയിപ്പോൾ 4ന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളോട് 4th പവർ ആയതുകൊണ്ട് നമുക്ക് അതുകൂടി ഒന്ന് എഴുതി വെക്കാം. 4 factorial into x minus a raised to 4 plus etc എന്ന് വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് x is equal to a. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് e raised to x ന്റെ എക്സ്പാൻഷൻ അബൌട്ട് x is equal to 2 കോഎഫിഷ്യന്റ് ഓഫ് x minus 2 raised to 4 ഫൈൻഡ് ചെയ്യാനാണ്. നമുക്കിപ്പോൾ ജനറൽ ഫോമിൽ നിന്ന് കോഎഫിഷ്യന്റ് എന്താ കിട്ടിയത്? എഫ് ശരിക്കും പറഞ്ഞാൽ 4th ഡെറിവേറ്റീവ് അല്ലേ, എങ്ങനെ എഴുതിയാലും മതി പവർ. എഫിന്റെ 4th ഡെറിവേറ്റീവ് അറ്റ് എ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ കോഎഫിഷ്യന്റ് കിട്ടി, ഇനി നമ്മൾ ഇത് ഇറേസ് ചെയ്തിട്ട് ആ കോഎഫിഷ്യന്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ ഇവിടെ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് e raised to x ആണല്ലേ. അപ്പോൾ e raised to x ന്റെ 4th ഡെറിവേറ്റീവ് അറ്റ് x is equal to 2 ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം e raised to x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ? e raised to x തന്നെയാണ്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താലും തേർഡ് ഡെറിവേറ്റീവ് എടുത്താലും 4th ഡെറിവേറ്റീവ് എടുത്താലും അത് എന്ത് തന്നെയാണ്? e raised to x തന്നെയാണ്. ഇനി at x is equal to 2 അതെന്താവും? എഫ് ഓഫ് 4th പവർ എടുത്താൽ നമുക്ക് e സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. സോ f4 ഓഫ് a എന്ന് പറയുന്നത് e സ്ക്വയർ ആണ്. അപ്പോൾ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? e സ്ക്വയർ ബൈ 4 ഫാക്ടോറിയൽ ആയിരിക്കും. 4 ഫാക്ടോറിയൽ നമുക്കറിയാം 24 ആണല്ലേ. ഇതിന്റെ ഓപ്ഷൻസ് നോക്കിയ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ആൻസർ ശരിക്കും ഓപ്ഷൻസിലില്ല. അതായത് ഓപ്ഷൻസിൽ വന്ന മിസ്റ്റേക്ക് ആണ്. ഇതിൽ പോവാൻ ചാൻസ് ഇതായിരുന്നു, പക്ഷേ ഇത് എന്തല്ല 24 ആണ്. ഇറ്റ് വാസ് നോട്ട് 256. സോ ആ ഒരു കറക്ഷൻ നടത്തിയാൽ മതി. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അടുത്തത് ലെറ്റ് എക്സ് വൈ ബിലോങ് ടു R2 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ. സോ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലേ. ഒരു ലിമിറ്റിനെ സംബന്ധിച്ചിട്ടാണ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 2xy സ്ക്വയർ ഡിവൈഡ് ബൈ x സ്ക്വയർ പ്ലസ് y raised to 4. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, കണ്ടിന്യൂസ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഇതിന്റെ ലിമിറ്റ് ഫൈൻഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്ത് ചൂസ് ചെയ്യാണ്. x is equal to my സ്ക്വയർ. നമുക്കറിയാം ലിമിറ്റിന്റെ കേസിൽ ഏത് പാത്തിലൂടെ ആ ഒരു പോയിന്റിലേക്ക് വന്നാലും നമുക്ക് സെയിം ലിമിറ്റ് കിട്ടണം. അതായത് ഡിഫറെന്റ് പാത്തിലൂടെ സെയിം പോയിന്റിലേക്ക് വന്നാലും നമുക്ക് സെയിം ലിമിറ്റ് കിട്ടണം. സോ ഇവിടെ നമുക്കറിയാം m is equal to 1 2 3 etc ആവുന്നതിനനുസരിച്ച് ഡിഫറെന്റ് പാരബോളാസ് ആണ് നമ്മുടെ പാത്തായിട്ട് വരിക. ഇതിനൊക്കെ കറസ്പോണ്ടിങ് സെയിം ലിമിറ്റ് ആണോ അല്ലയോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി x my സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റ് എന്തായിട്ട് മാറും? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 2 ഇൻറ്റു എക്സിന് പകരം നമുക്ക് my സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു y സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? m സ്ക്വയർ y raised to 4 എന്ന് എഴുതാം അല്ലേ, കാരണം x സ്ക്വയർ അല്ലേ, പ്ലസ് y raised to 4 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 2m y raised to 4 ഡിവൈഡ് ബൈ m സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y raised to 4 എന്ന് വരും. y raised to 4ഉം y raised to 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 2m ബൈ m പ്ലസ് 1 അല്ലെങ്കിൽ m സ്ക്വയർ പ്ലസ് 1 ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? ലിമിറ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? m ഡിഫറെൻറ്റ് വാല്യൂസ് എടുക്കുന്നതിനനുസരിച്ച് ഈ ലിമിറ്റ് ഡിഫറെൻറ്റ് വാല്യൂ എടുക്കും. പക്ഷേ ലിമിറ്റ് അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂ എടുക്കാൻ പാടില്ല അല്ലേ, യുണീക്ക് വാല്യൂ ആണ് എടുക്കേണ്ടത്. വിച്ച് മീൻസ് ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവിടെ കണ്ടിന്യൂറ്റി പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. സോ ഫസ്റ്റ് ഓപ്ഷനും തേർഡ് ഓപ്ഷനും ഒക്കെ റോങ് ആണ്. നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അടുത്തത് എന്താണ്? എക്സ് വൈ R2 എടുത്തിട്ട് നമ്മൾ പറയാണ് കൺസിഡർ ദി ഫംഗ്ഷൻ f from R2 to R such that f of xy is equal to x square plus 2xy plus y square. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഹോമോജീനിയസ് ഓഫ് വാട്ട് ഡിഗ്രി എന്നുള്ളതാണ്. സോ പൊതുവെ നമ്മൾ ഹോമോജീനിയസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യുക? എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ കണ്ടിട്ട് അത് ഏതെങ്കിലും ഒരു ലാംഡ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി n എന്ന് പറയും. ഓക്കെ ആണോ? സോ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഇസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു n ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി n എന്ന് പറയാൻ പറ്റും. സോ ഇതേ സംഭവം നമ്മളൊന്ന് ചെയ്ത് നോക്കുകയാണ് നമുക്ക് തന്ന എഫ് ഓഫ് എക്സ് വൈയിൽ. ഓക്കെ, സോ എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ എന്ന് പറയുന്നത് എന്താണ്? ലാംഡ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2 ലാംഡ എക്സ് ലാംഡ വൈ പ്ലസ് ലാംഡ വൈ ഹോൾ സ്ക്വയർ. നമ്മൾ എല്ലാ എക്സിനും വൈക്കും പകരം ലാംഡ എക്സും ലാംഡ വൈയും കൊടുക്കുകയാണ്. വിച്ച് മീൻസ് ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2 ലാംഡ സ്ക്വയർ എക്സ് വൈ
പ്ലസ് ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് ലാംഡ സ്ക്വയറിനെ പുറത്തെടുക്കുക അല്ലേ, കാരണം എല്ലാ ടേംസിലും ലാംഡ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2xy പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ വി ഹാവ് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ, വിച്ച് മീൻസ് എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ എഫ് ഓഫ് എക്സ് വൈ. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫംഗ്ഷൻ ഹോമോജീനിയസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓർഡർ എന്താണ്? 2 ആണല്ലേ. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ എഫ് ഇസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കോംപ്ലക്സിലേക്ക് വന്നു. സോ ഇഫ് എഫ് ഫ്രം സി ടു സി സച്ച് ദാറ്റ് എഫ് ഓഫ് z is equal to u plus iv and z is equal to x plus iy, which one of the following is true for the function f to be analytic? f analytic ആവണമെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ്, അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം എഫ് അനലിറ്റിക് ആവാനുള്ള ഒരു നെസസറി കണ്ടീഷൻ ആണ് CR ഇക്വേഷൻസ് അല്ലേ, കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ കോഷി റീമാൻ ഇക്വേഷൻസ്? നമ്മുടെ യു ഇങ്ങനെ യു വി എന്ന് പറയുന്ന രണ്ട് പാർട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറയാൻ പറ്റണം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലേ അനലിറ്റിസിറ്റി ശരിയാവുന്നതാണ്. സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല, പക്ഷേ നെസസറി കണ്ടീഷൻ ആണ്. സോ ഈ യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്ന് എഴുതാം. ആൻഡ് ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഈ ഓപ്ഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, വിച്ച് ഇസ് ഐ തിങ്ക് ഓപ്ഷൻ 2, റൈറ്റ്? ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ and dou u by dou y is equal to minus dou v by dou x. That is option 2 ആണ്, which is CR equations, Cauchy Riemann equations ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് അനാലിസിസിലെ ആദ്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. Which one of the following is an analytic function? 4 ഫംഗ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് അനലിറ്റിക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അഗെയിൻ CR ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ z എന്നാണ് ആദ്യം തന്നിട്ടുള്ളത്. z is equal to x plus iy ആണല്ലേ. z is equal to x plus iy ൽ നമ്മൾ ഇതിനെ u ആയിട്ടും ഇത് v ആയിട്ടും വിളിച്ചു. ദാറ്റ് ഇസ് u of xy ആണ്, അതുപോലെ v of xy ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ux എന്താണ്? നമുക്കറിയാം x ആയതുകൊണ്ട് ux 1 ആണ്. ആൻഡ് uy എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y ഉള്ള ഡെറിവേറ്റീവ് ആണ്, പക്ഷേ x എന്ന് പറയുന്ന ടേം മാത്രമാണ് അവിടെ ഉള്ളത്. y യുടെ ടേം ഇല്ലാത്തതുകൊണ്ട് uy 0 ആണ്. vxോ ഈ പറഞ്ഞ പോലെ തന്നെ y-ൽ v യുടെ ടേംസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ vx 0 ആണ്. ആൻഡ് vy എന്ന് പറയുന്നത് 1 ആണ്, കാരണം y ആണ് നമ്മുടെ v of xy. സോ ഡോ വി ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1 ആണ്, വിച്ച് മീൻസ് ux is equal to vy എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ vx is equal to minus uy. ഇത് 0 ആയതുകൊണ്ട് ആ നെഗറ്റീവ് സൈനിൽ പ്രശ്നം വരുന്നില്ല. സോ ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, വിച്ച് മീൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇത് അനലിറ്റിക് അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ആദ്യം നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഞാൻ പറഞ്ഞു ഇത് സഫീഷ്യന്റ് കണ്ടീഷൻ അല്ല, പക്ഷേ ഇത് ശരിയായിട്ടില്ലെങ്കിൽ അനലിറ്റിക് അല്ല എന്ന് ഉറപ്പാണ്. ബാക്കി ഓപ്ഷൻസ് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഇനി അടുത്തത് Z കോൺജുഗേറ്റ് ആണല്ലേ, Z ബാർ ആണ്. നമുക്കറിയാം x പ്ലസ് iy യുടെ കോൺജുഗേറ്റ് x മൈനസ് iy ആണല്ലേ. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത് u ആയിട്ടും മൈനസ് y-നെ v ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മനസ്സിലാവും ux is equal to 1 ഉം vy എന്ന് പറയുന്നത് -1 ആണ്, വിച്ച് മീൻസ് ux is not equal to vy. അപ്പോൾ തന്നെ CR ഇക്വേഷൻസിൽ മിസ്റ്റേക്ക് വന്നു, ദാറ്റ് ഇസ് തെറ്റി. അപ്പോൾ ഇതെന്തല്ല, അനലിറ്റിക് അല്ല. ഇനി ഇതേപോലെ തന്നെയാണ് റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത്. നമ്മൾ വെറും x ആയിട്ട് എടുത്താൽ മതി. ഡോ യു ബൈ ഡോ എക്സ് അവിടെ 1 ആയിരിക്കും, പക്ഷേ ഡോ വി ബൈ ഡോ വൈ 0 ആയിരിക്കും. അപ്പോൾ ഇതും എന്തല്ല, നമുക്ക് അനലിറ്റിക് അല്ല എന്ന് പറയാം. ഇമാജിനറി പാർട്ട് ഓഫ് z എടുത്താലും എഗെയിൻ y മാത്രമാണ് വരാം, ഇതും അനലിറ്റിക് അല്ല. CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് അനലിറ്റിക് ആയിട്ട് വരിക. അടുത്തത് the radius of convergence of the power series sigma n equal to 1 to infinity n raised to n into z raised to ns. പവർ സീരീസ് ആണ്, അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് n ആയിട്ട് കിട്ടിയിട്ടുള്ളത് n raised to n ആണ്. റേഡിയസ് ഓഫ് കൺവേർജൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ട്. 1/r is equal to എന്താണ്, ലിമിറ്റ് n tends to infinity an raised to 1/n ആണ്. സോ ഈ ഒരു ഇക്വേഷനും നമ്മൾ അതുപോലെ റേഷ്യോ ടെസ്റ്റും യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് an/an + 1 ആ ഒരു രീതിയിലും റേഷ്യോ ടെസ്റ്റ് അല്ല, റേഷ്യോ യൂസ് ചെയ്തിട്ട് നമ്മൾ 1/r ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 1/r എന്താ കിട്ടുക, ലിമിറ്റ് n tends to infinity an-ന് പകരം നമുക്ക് n raised to 1/n എന്നാണ് അല്ലേ. ഈ n-ഉം 1/n-ഉം ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ലിമിറ്റ് n tends to infinity n കിട്ടും, which is infinity. 1/r ആണ് ഇൻഫിനിറ്റി, പക്ഷെ നമുക്ക് വേണ്ടത് r ആണ്, കാരണം r ആണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. സോ 1/r ഇൻഫിനിറ്റി ആണെങ്കിൽ r എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്, r is equal to 0 ആയിരിക്കും, which means ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. The maximum modulus of e raised to z square on the set S is equal to z belong to C such that 0 less than or equal to real part of z less than or equal to 1 and 0 less than or equal to imaginary part of z less than or equal to 1. സോ e raised to z square ആണ് നമ്മുടെ ഫംഗ്ഷൻ. ആദ്യം നമുക്ക് അതിനെ മാക്സിമം മോഡുലസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം.
നമുക്കറിയാം പൊതുവേ നമ്മൾ സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്നാണല്ലേ കൊടുക്കാറുള്ളത്. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്താൽ എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ എന്ന് വരും, വിച്ച് ഇസ് ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. കാരണം ഐ വൈ ഹോൾ സ്ക്വയർ ഐ സ്ക്വയർ മൈനസ് 1 ആണ്. സോ വി ഹാവ് മൈനസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കാരണം റിയൽ പാർട്ടിയെ നമ്മൾ എപ്പോഴും ഒന്നിച്ചല്ലേ എഴുതുക. ആൻഡ് അടുത്തത് 2xy എന്ന് വരും. ഇനി നമുക്ക് ഇതിന്റെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇ റേസ് ടു സെഡ് സ്ക്വയർ എന്തായിട്ട് മാറും, റൈറ്റ് സൈഡിൽ മോഡുലസ് എടുക്കുമ്പോൾ ഇത് ആക്ച്വലി എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ, നമുക്ക് ഇൻറ്റു ഇ റേസ് ടു 2xy എന്ന് എഴുതാം. ഇത് റിയൽ പാർട്ട് തന്നെയാണ്. ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ മോഡ് കൊടുക്കണം എന്നൊന്നുമില്ല. ഇ റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് ഇ റേസ് ടു 2xy ആണല്ലേ, അത് മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അടുത്തത് മോഡ് ഓഫ് ഇ റേസ് ടു 2xy എന്താണ്, നമുക്കറിയാം മോഡ് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു 1 ഫോർ എവറി തീറ്റ. നമുക്കത് റൂട്ട് ഓഫ് മറ്റേ ഈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇ റേസ് ടു ഐ തീറ്റയെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതിയിട്ട് മോഡുലസ് ഫൈൻഡ് ചെയ്താൽ മതി. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്നാണ് വരിക. സോ എപ്പോഴും തീറ്റ എന്തായാലും മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഈ ഒരു വാല്യൂ എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഡുലസ് എന്തായിരിക്കും, ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു മോഡുലസിന്റെ മാക്സിമം വാല്യൂ ആണ്. ദാറ്റ് ഇസ് മാക്സിമം മോഡുലസ് ആണ് ചോദിച്ചിട്ടുള്ളത്. തന്ന സെറ്റ് ഏതാണ്, 0യുടെയും 1ന്റെയും ഇടയിൽ റിയൽ പാർട്ട് വരണം, 0യുടെയും 1ന്റെയും ഇടയിൽ ഇമാജിനറി പാർട്ട് വരണം. സോ ഈ ഒരു നമ്പേഴ്സിൽ വെച്ചിട്ട് മാക്സിമം വാല്യൂ എടുക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എക്സ് ഇസ് ഈക്വൽ ടു 1ഉം വൈ ഇസ് ഈക്വൽ ടു 0യും എടുക്കുന്നതാണ് നല്ലത്. ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 1/eയേക്കാളും 1നെക്കാളും ഒക്കെ വലിയ വാല്യൂ ആണ് ഇ എന്ന് പറയുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 0യും എടുത്താൽ നമുക്ക് ഇ റേസ് ടു 1 മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു ഇ എന്നാണ് മാക്സിമം മോഡുലസ് കിട്ടുക. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്. ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് ഇൻകറക്റ്റ് ചെയ്താന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവറി ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ മസ്റ്റ് ബി കോൺസ്റ്റന്റ്. Every non-constant single variable polynomial with complex coefficients has at least one complex root. If f of z is analytic everywhere within a simply connected region D, then integral over c f of z dz is equal to 0 for every simple closed path C lying in the region D. None of these. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ഓപ്ഷൻ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ, എവറി ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ മസ്റ്റ് ബി കോൺസ്റ്റന്റ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ലയോവിൽസ് തിയറം ആണ് ലയോവിൽസ് തിയറം. സോ ഇതൊരു തിയറം തന്നെയാണ്, വിച്ച് ഇസ് റൈറ്റ്. ഓക്കെ. അടുത്തത്, എവറി നോൺ കോൺസ്റ്റന്റ് സിംഗിൾ വേരിയബിൾ പോളിനോമിയൽ വിത്ത് കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 കോംപ്ലക്സ് റൂട്ട്. ഇത് നമ്മൾ പഠിച്ചത് ഫണ്ടമെന്റൽ തിയറം ഇൻ കോംപ്ലക്സ് അനാലിസിസ് ആണ്. കോംപ്ലക്സ് അനാലിസിസിലെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് നമുക്കറിയാം ഇങ്ങനെ ഒരു നോൺ കോൺസ്റ്റന്റ് പോളിനോമിയൽ എടുത്താൽ അതിന് അറ്റ്ലീസ്റ്റ് 1 കോംപ്ലക്സ് റൂട്ട് ഉണ്ടാവും. സോ ഇതും നമ്മൾ പഠിക്കുന്ന തിയറം തന്നെയാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് അനലിറ്റിക് എവറിവെയർ വിത്തിൻ ആൻഡ് ഓൺ എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ഡി, ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ എവറി സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി ലൈങ് ഇൻ ദി റീജിയൻ ഡി. ഇത് ഏത് തിയറമാണ്, കോഷി-കോർസാറ്റ് ആണല്ലേ. എഗെയിൻ ഇതും ഒരു തിയറമാണ്. സോ ഈ തന്ന ഓപ്ഷൻസിലൊന്നും ഇൻകറക്റ്റ് അല്ല, വിച്ച് മീൻസ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ്, ദാറ്റ് ഇസ് ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. The value of the integral mod z minus I is equal to 1 by z square plus 4 dz is. So നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലേ. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് എന്നുള്ളൊരു രീതിയിലാണ് തന്നിട്ടുള്ളത്. ആദ്യം നമുക്കറിയാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ, അതായത് ഇവിടെ z സ്ക്വയർ പ്ലസ് 4 is equal to 0 ആവുന്ന പോയിന്റ്സ് ഫൈൻഡ് ചെയ്യും. ആ പോയിന്റ്സിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, അനലിറ്റിക് ആയിരിക്കില്ല. ആ പോയിന്റ്സിൽ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും. സോ ആദ്യം ആ പോയിന്റ്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം z സ്ക്വയർ is equal to -4 എന്ന് വരും, which implies z is equal to plus or minus 2y എന്ന് വരും. സോ z is equal to 2yയും മൈനസ് 2yയും ആണ് നമ്മുടെ ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ്. ഇനി തന്ന റീജിയൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. മോഡുലസ് ഓഫ് z മൈനസ് i is equal to 2. നമുക്കറിയാം ഇങ്ങനെ മോഡുലസ് ഓഫ് z മൈനസ് z നോട്ട് is equal to r എന്ന് പറഞ്ഞാൽ z നോട്ട് സെൻറ്ററും r റേഡിയസും ആയിട്ടുള്ള സർക്കിളാണ്. സോ ഇവിടെ z നോട്ട് ആയിട്ട് i ആയതുകൊണ്ട് തന്നെ i എന്ന് പറയുന്നത് ഇതാണല്ലേ. സോ i സെൻറ്ററും 2 റേഡിയസും ആണ്. സോ i സെൻറ്ററും 2 റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ സർക്കിൾ വരിക. ഇതായിരിക്കും നമ്മുടെ സർക്കിൾ വരിക, ഐ സെൻറ്ററും 2 റേഡിയസും. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2iയും മൈനസ് 2iയും എടുത്താൽ ഇത് 2i ആണല്ലേ. ഐ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് 2i ആണ്. 2i എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ, അതായത് തന്ന കർവിൻ്റെ ഉള്ളിലാണുള്ളത്. 2i ലൈസ് ഇൻസൈഡ്. ഇനിയോ മൈനസ് 2iയോ, മൈനസ് 2i എന്ന് പറയുന്നത് പുറത്താണ്, കാരണം ഇതാണ് മൈനസ് 2i, ഇത് മൈനസ് i ആണ്. സോ ഐയിൽ നിന്ന് 2 റേഡിയസ് എടുക്കുമ്പോൾ 0 ആൻഡ് മൈനസ് i ആണല്ലേ റീച്ച് ചെയ്യാം. മൈനസ് 2i പുറത്താണ്. സോ മൈനസ് 2i ലൈസ് ഔട്ട്സൈഡ്. ഓക്കെ. സോ നമ്മൾ
ഫംഗ്ഷൻ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 1/z² + 4 നമ്മൾ 1/z + 2i ഇൻറ്റു z - 2i എന്ന് എഴുതുകയാണ് dz. ഇനി ഇതിനെ നമ്മൾ ഒന്നുകൂടി മാറ്റി എഴുതുകയാണ്. 1/z + 2i z - 2i എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ 1/z + 2i /z - 2i എന്ന് എഴുതുകയാണ്. കാരണം ഈ -2i എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ശരിക്കും 1/z + 2i എന്ന് പറയുന്നത് കർവിൽ ശരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരുത്തുന്നില്ല, അനലിറ്റിസിറ്റി നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം എന്താ, -2i പുറത്താണ് കിടക്കുന്നത്. സോ പുറത്ത് എടുക്കുക ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ് എന്ന് പറയാൻ പറ്റും തന്ന കർവിൽ. സോ ഇതിന് നമ്മൾ f(z/z - a) എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി. ഇതെന്തിനാ ഈ ഫോം നമ്മൾ എടുത്തത്? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോഷി ഇന്റഗ്രൽ ഫോമുല അല്ലേ. സോ ഫോമുല പറയുന്നത് f(a) = 1/2πi * (c f(z/z - a) എന്നാണ്. വേർ f(z) is analytic in c. സോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. f(z) ഇവിടെ സിയിൽ അനലിറ്റിക് ആണ് ആൻഡ് f(z/z - i) ഫോമിൽ നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് (c f(z/z - a) എന്താണെന്ന് എഴുതാൻ പറ്റും? 2πi * f(a) ആണ് എന്ന് എഴുതാൻ പറ്റും. സോ ഇതേ കേസ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2πi * f(a) എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഡിനോമിനേറ്ററിലുള്ള z - a ആണ് നമ്മൾ a ആയിട്ട് എടുക്കുന്നത്. ഇവിടെ എന്താണ്, z - 2i ആണ്, വിച്ച് മീൻസ് f(2i) എന്നാണ് വരിക. സോ വി ഹാവ് 2πi * f(z) എന്താണ്, 1/z + 2i ആണ്. അപ്പോൾ നമുക്ക് f(2i) എന്ന് പറയുന്നത് 1/2i + 2i വിച്ച് ഇസ് 4i കിട്ടും. ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, π/2 എന്നാണല്ലേ കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു π/2 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് നമ്മുടെ ഓപ്ഷൻ 3 ആയിരിക്കും റൈറ്റ്. സോ നമ്മൾ അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് f(z/z - a) ഫോമിലേക്ക് മാറ്റി കോഷി ഇന്റഗ്രൽ ഫോമിൽ അപ്ലൈ ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കോഷി കോഴ്സായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ്സ് ഓഫ് അനലിറ്റിസിറ്റി നഷ്ടപ്പെടുന്ന പോയിന്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ =0 എന്ന് ഡയറക്റ്റ് എഴുതാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു പോയിന്റ് ഉള്ളിൽ ഒരു പോയിന്റ് പുറത്തും ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കോഷി ഇന്റഗ്രൽ ഫോമിൽ യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തിട്ടുള്ളത്. അടുത്ത എന്താണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? 4 സെറ്റ്സ് തന്നിട്ട് ഇതിൽ ഏതാണ് കണക്റ്റഡ് അല്ലാത്തത് എന്നൊക്കെ കറക്റ്റ് ചെയ്ത ഓപ്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓരോ സെറ്റ് ആയിട്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലേ. ആദ്യം S1 = z belong to C such that 1 less than mod z less than 2. ഇത് കണക്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം mod z is equal to 1 എന്ന് പറയുന്നത് 0 സെൻറ്ററും 1 റേഡിയസും ആയിട്ടുള്ള സർക്കിളാണ്. mod z is equal to 2 എന്ന് പറയുന്നത് 0 സെൻറ്ററും 2 റേഡിയസും ആയിട്ടുള്ള സർക്കിളാണ്. 1 less than mod z less than 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ റീജിയൻ. സോ ഈ ഒരു ആനുലർ റീജിയൻ ആണ് നമ്മുടെ S1 എന്ന് പറയുന്ന സെറ്റ്. ഇത് കണക്റ്റഡ് ആണോ? ഒബ്വിയസ്ലി കണക്റ്റഡ് ആണ്. ഇതിൽ ഏത് 2 പോയിന്റ്സ് വരച്ചാലും നമുക്ക് അതിനെ സെറ്റിലുള്ള കർവ് കൊണ്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ സെറ്റിന്റെ പുറത്തേക്ക് കടക്കാണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കിത് എന്താണെന്ന് പറയാൻ പറ്റും, കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. അടുത്തത് എന്താണ്, mod z less than 1 and mod z - 2 less than 1. ഇത് കണക്റ്റഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ. mod z less than 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ mod z is equal to 1 എന്ന് പറയുന്നത് ഇതാണ്. സോ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൗണ്ടറി ഇല്ല, അതിൻ്റെ ഇൻസൈഡ് മാത്രമാണ് ഉണ്ടാവുക. mod z - 2 less than 1 എന്ന് പറഞ്ഞാൽ 2 സെൻറ്ററും 1 റേഡിയസും ഉള്ള സർക്കിൾ ആയിരിക്കും. സോ എഗെയിൻ ഇങ്ങനെ ഒരു സർക്കിളാണ് വരിക. പക്ഷേ ഇവിടെയും എന്തില്ല, ബൗണ്ടറി ഇല്ല. കാരണം ഇവിടെയൊക്കെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ഇല്ല. സോ ഈ ഒരു ഇൻ ബിറ്റ്വീൻ പോയിന്റ് ഉണ്ടല്ലോ, ആക്ച്വലി ഈ ഒരു പോയിന്റ് ഇവിടെ എന്തില്ല, ഈ ബൗണ്ടറി പോയിന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു കണക്റ്റിംഗ് പോയിന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും എടുത്താൽ നമുക്കതിനെ ഇത് ക്രോസ് ചെയ്യുന്ന രീതിയിൽ, അതായത് മൊത്തം കർവ് നമ്മുടെ സെറ്റിൽ ആയിക്കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്റ്റഡ്നെസ് ആക്ച്വലി അതാണ് ഉദ്ദേശിക്കുന്നത്. 2 പോയിന്റ്സ് സെറ്റിൽ ഉണ്ടെങ്കിൽ സെറ്റിൽ ഇൻക്ലൂഡഡ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റണം കർവ് കൊണ്ട്. പക്ഷേ ഇത് എങ്ങനെ കണക്ട് ചെയ്താലും സെറ്റിന്റെ പുറത്തേക്ക് പോകും. ഈ ഒരു പോയിന്റ് പോലും നമുക്ക് സെറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. വിച്ച് മീൻസ് ഇത് കണക്റ്റഡ് ആണെന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഇമാജിനറി പാർട്ട് ഓഫ് z ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. നമുക്കറിയാം എന്താണ് ഇമാജിനറി പാർട്ട് ഓഫ് z, y ആണല്ലേ. സോ y എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ y is equal to 1 ഇതാണ്, ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഈ ഒരു വലിയ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, കണക്റ്റഡ് ആണ്. ആക്ച്വലി ഏത് 2 പോയിന്റ് എടുത്താലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് നോട്ട് കണക്റ്റഡ് എന്നാണ്. സോ അതും തെറ്റാണ്. ഇനി എന്താ, ഇമാജിനറി പാർട്ട് ഓഫ് z is equal to 1 എന്നല്ലേ പറഞ്ഞത്, ദാറ്റ് ഈസ് y equal to 1. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്താൽ അത് എപ്പോഴും എന്തായിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. സോ ഇതും എന്താണ്, കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നോട്ട് കണക്റ്റഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആണ് റൈറ്റ് എന്ന് കിട്ടും. സോ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉറപ്പായിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ചെയ്ത് സമയം കളയൊന്നും വേണ്ട. ഉറപ്പായിട്ടുള്ളത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്.
അടുത്തത് about the definite integrals, which one of the following is incorrect? So വെക്ടർ ആൾജിബ്രയിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നോക്കുകയാണ് ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്റഗ്രൽ a to b f of x dx is equal to മൈനസ് ഇന്റഗ്രൽ a to b f of t dt. ഇത് ഇൻകറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മളിവിടെ ജസ്റ്റ് വേരിയബിൾ മാത്രമാണ് മാറുന്നത്. അതായത് ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നതും ഇന്റഗ്രൽ a to b f of y dy എന്ന് പറയുന്നതും f of t dt എന്ന് പറയുന്നതും ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. ലിമിറ്റ് വാല്യൂസ് മാറാത്തിടത്തോളം ഇങ്ങനെ വേരിയബിൾ മാത്രം മാറിയെന്ന് വിചാരിച്ചിട്ട് ഡെഫിനറ്റ് ഇന്റഗ്രൽ ഒരു മാറ്റവും വരുന്നില്ല. സോ ഈ ഒരു നെഗറ്റീവ് സൈൻ അവിടെ വന്നത് തന്നെ മിസ്റ്റേക്ക് ആണ്. വിച്ച് മീൻസ് ഇതാണ് നമ്മുടെ ഇൻകറക്റ്റ് ഓപ്ഷൻ. ബാക്കി ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം അല്ലേ. a to b f of x dx എന്ന് പറയുന്നത് മൈനസ് b to a. അതെ ശരിയാണല്ലേ. ലിമിറ്റ് നമ്മൾ ഈ എൻഡ് പോയിന്റ്സിനെ റിവേഴ്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. സോ ഇത് ശരിയാണ്. അതുപോലെ തന്നെ ഈ ഫെ ലെസ് ദാൻ സി ലെസ് ദാൻ ബി നമ്മൾ മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മിഡ് പോയിന്റ് അല്ല എനി പോയിന്റ് ഇൻ ബിറ്റ്വീൻ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാറുണ്ടല്ലേ ഇന്റഗ്രൽസിനെ. So we have a to b f of x dx is equal to integral a to c f of x dx plus c to b f of x dx. ഇതും ശരിയാണ്. ലാസ്റ്റ് ഓപ്ഷൻ മൈനസ് a to a കാണാനുള്ള എളുപ്പ വഴിയാണല്ലേ. എഫ് ഈവൻ ആണെങ്കിൽ നമുക്ക് 2 into 0 to a ചെയ്താൽ മതി. എഫ് ഓഡ് ആണെങ്കിൽ 0 ആയിരിക്കും ആൻസർ. സോ ഇത്രയും കാര്യങ്ങൾ റൈറ്റ് ആണ്. ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ മാത്രമാണ് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതാണ് നമ്മുടെ ആൻസർ. ഒരു ഇന്റഗ്രൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. തൊട്ട് മുന്നേ നമ്മളിത് കണ്ടു അല്ലേ. മൈനസ് a to a f of x dx is equal to ഈവൻ ആണെങ്കിൽ അത് 2 into 0 to a ആണ്, ഓഡ് ആണെങ്കിൽ അത് 0 ആണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്, മൈനസ് എക്സ് എന്നായിട്ട് മാറുമ്പോൾ. സോ എക്സ് ഓഡ് ആണ് ആൻഡ് കോസ് എക്സ് എന്താണ് ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആയതുകൊണ്ട് തന്നെ കോസ് എക്സ് ഈവൻ ഫംഗ്ഷൻ. ഇവരുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് ഫംഗ്ഷൻ്റെയും ഈവൻ ഫംഗ്ഷൻ്റെയും പ്രൊഡക്റ്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും ഓഡായിരിക്കും. സോ ഈ എക്സ് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഡായിരിക്കും. അങ്ങനെ ഒരു ഓഡ് ഫംഗ്ഷൻ നമ്മളൊരു മൈനസ് a to a ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ റിസൾട്ട് എന്തായിരിക്കും ഈക്വൽ ടു 0 എന്നാണ് വരിക. വിച്ച് മീൻസ് ഓപ്ഷൻ 3 ആയിരിക്കും റൈറ്റ്. സോ ഇത് നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ യൂസ് ചെയ്ത് കഷ്ടപ്പെട്ട് കാണുന്നതിന് പകരം ഇങ്ങനെ റിസൾട്ട്സ് യൂസ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ അത്രയും സമയം നമുക്ക് ലാഭിക്കാനും പറ്റും. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. മൈനസ് a to a ഫോം അല്ല, ഇന്റഗ്രൽ 0 to പൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ മൈനസ് a to a ഫോം അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈവൻ ആണോ ഓടാണോ എന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല. നമുക്കറിയാവുന്ന ഒരു റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ആണ്. ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടല്ലേ. ഇന്റഗ്രൽ a to b ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്നാണ് പറയുക. ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സിനോട് ഈക്വൽ ആണെന്ന് പറയാം. സോ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു നമ്മുടെ ഫൈൻഡ് ചെയ്യേണ്ട ഇന്റഗ്രൽ 0 to പൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ് ഇന്റഗ്രലിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെയും എഴുതാം. 0 to പൈ എക്സിന് പകരമൊക്കെ എന്ത് എഴുതാം പൈ മൈനസ് എക്സ് എന്ന് എഴുതാം. എ മൈനസ് എക്സ് ആണ് ഹിയർ, എക്ക് പകരം എക്സ് പൈ ആണല്ലേ. സോ വി ഹാവ് പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ പൈ മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് തന്നെയാണല്ലേ. സോ വി ഹാവ് ഇന്റഗ്രൽ 0 to പൈ പൈ മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇതിനൊന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ഇന്റഗ്രൽ 0 to പൈ പൈ സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 0 to പൈ എക്സ് സൈൻ എക്സ് ഡി എക്സ്. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഐ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to പൈ എക്സ് സൈൻ എക്സ് ഡി എക്സ് ആണ്. റൈറ്റിൽ അഗെയിൻ ഈ ഒരു വാല്യൂ വരുന്നുണ്ട് ഇന്റഗ്രൽ 0 to പൈ എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇതിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിൽ 2i എന്ന് കിട്ടും. റൈറ്റിൽ നമുക്ക് ബാക്കി ഉണ്ടാവുക പൈ ഇൻറ്റു 0 to പൈ സൈൻ എക്സ് ഡി എക്സ് ആണ്. ഈ സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് മൈനസ് കോസ് എക്സ് ആണല്ലേ. സോ മൈനസ് കോസ് എക്സ് ഫ്രം 0 to പൈ വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു മൈനസ് കോസ് പൈ മൈനസ് മൈനസ് കോസ് 0 എന്ന് വരും. ഇനി മൈനസ് കോസ് പൈ എന്താണ് പൈ ഇൻറ്റു കോസ് പൈ ഇസ് -1 മൈനസ് ഓഫ് -1 ഇസ് 1 പ്ലസ് കോസ് 0 1 ആണ്. സോ വി ഹാവ് 2π. അപ്പോൾ 2i ഇസ് ഈക്വൽ ടു 2π എന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ് ഐ ആണല്ലേ. കാരണം എന്താ ഐ ആണ് നമ്മൾ 0 to പൈ എക്സ് സൈൻ എക്സ് ഡി എക്സ് ആയിട്ട് എടുത്തത്. സോ വി ഹാവ് ഐ ഇസ് ഈക്വൽ ടു 2π by 2 which is π. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. സോ ഇതൊക്കെ നമ്മൾ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. ലൈക്ക് ഇത് നമ്മൾ ഇതേ കാര്യം തന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻഡ് ചെയ്യാണ്ട് പോവുക ചെയ്യും. ഈ എക്സ് സൈൻ എക്സ് ഒക്കെ വീണ്ടും വീണ്ടും ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്യുകയാണ് ചെയ്യുക. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാനും പറ്റും. സോ ആ ഒരു രീതിയിൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. After the change of order of integral, the double integral 0 to 8 x raised to 1/3 to 2 dy dx becomes.
സോ ആദ്യം നമ്മൾ ഈ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് ഇങ്ങനെ ഡബിൾ ഇന്റഗ്രൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് വരുന്ന ഡിവൈയുടെ ലിമിറ്റ് ആയിരിക്കും ഇത് അല്ലേ, ദാറ്റ് ഇസ് വൈയുടെ ലിമിറ്റ് ആയിരിക്കും ഈ എക്സ് റേസ് ടു 1/3 to 2. ഇനി അല്ലെങ്കിലും എക്സിന്റെ ടേംസിൽ എപ്പോഴും വൈയുടെ ലിമിറ്റ്സ് ആണ് വരിക, വൈയുടെ ടേംസിലായിരിക്കും എക്സിന്റെ ലിമിറ്റ്സ് വരാം, അങ്ങനെയാണ് വരിക. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലാസ്റ്റത്തെ വേരിയബിളിന് കറസ്പോണ്ടിങ് കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ ഡി എക്സിന് കറസ്പോണ്ടിങ് 0 to 8ഉം ഡി വൈക്ക് കറസ്പോണ്ടിങ് എക്സ് റേസ് ടു 1/3 to 2 ആണ്. ദാറ്റ് ഇസ് വൈ വേരീസ് ബിറ്റ്വീൻ എക്സ് റേസ് ടു 1/3 and 2. X varies between 0 and 8. So y is equal to x raised to 1/3 and y is equal to 2 എന്ന് കിട്ടുന്നുണ്ടല്ലേ. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y cube is equal to x എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് x is equal to y cube എന്ന് എഴുതാൻ പറ്റും. ഉടനെ നമുക്ക് ഇൻ ടേംസ് ഓഫ്, അതായത് ഇതിനെ തിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? dx dy എന്ന് എഴുതണം. സോ y is equal to y cube is equal to x എന്ന് പറഞ്ഞാൽ എക്സിന്റെ ലിമിറ്റ് നമുക്ക് 0 to y cube എന്ന് എഴുതാം. എഗെയിൻ വൈയുടെ ലിമിറ്റ് നമുക്ക് 0 to 2 എന്ന് എഴുതാം അല്ലേ, കാരണം y is equal to 2 ആണ്. സോ വി ഹാവ് 0 to 2, 0 to y cube dx dy. സോറി, സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമ്മൾ ജസ്റ്റ് ആ വേരിയബിളിനെ ഒന്ന് തിരിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ലിമിറ്റ് വാല്യൂസും ഇന്റഗ്രലിന്റെ എൻഡ് പോയിന്റ്സും തിരിച്ചെഴുതുകയാണ്. ഇനി അടുത്തത് എന്താ? ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ്സ് x is equal to y square and y is equal to x square. രണ്ട് കർവ്സ് തന്നിട്ട് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയ ഫൈൻഡ് ചെയ്യാനാണ്. നമുക്കറിയാം x is equal to y square എന്ന് പറയുന്ന കർവ് ഇതാണല്ലേ, ഇതാണ് x is equal to y square. അതുപോലെ y is equal to x square എന്ന് പറയുന്നത് ഇതാണ്, y is equal to x square. ഇൻ ബിറ്റ്വീൻ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആയിരിക്കും. ആക്ച്വലി ഒറിജിനോട് കണക്ട് ചെയ്തിട്ടാണ്, വരച്ചതിൽ ചെറിയ പ്രശ്നമാണ്. സോ ഇതാണ് നമ്മുടെ ഇൻ ബിറ്റ്വീൻ ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം ഇന്റഗ്രൽ ഈ ഒരു പോയിന്റ് ഏതാണോ അതുവരെ 0 to x ആണെങ്കിൽ 0 to x അപ്പർ കർവ് മൈനസ് ലോവർ കർവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സോ നമ്മൾ അപ്പർ കർവ് മൈനസ് ലോവർ കർവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്പർ കർവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതാണ് മുകളിൽ വരുന്നത്, ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് y ഇൻ ടേംസ് ഓഫ് എക്സ് കിട്ടണമെങ്കിൽ നമുക്ക് y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് എഴുതേണ്ടി വരും. ദാറ്റ് ഇസ് എക്സ് വൈ സ്ക്വയർ ആണെങ്കിൽ y എന്തായിരിക്കും? റൂട്ട് എക്സ് ആയിരിക്കും. ഇനി ലോവർ കർവ് ആയിട്ട് വരുന്നത് എന്താണ്? ആക്ച്വലി ഈ ഒരു കർവ് ആണ് അല്ലേ. ഈ ഒരു കർവ് എന്താണ്? y ഇസ് ഈക്വൽ എക്സ് സ്ക്വയർ ആണ്. സോ ഡയറക്ട്ലി y ഇസ് ഈക്വൽ എക്സ് സ്ക്വയർ ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് കർവ്സ്, അപ്പർ കർവ് റൂട്ട് എക്സ് ആയിട്ടും ലോവർ കർവ് എക്സ് സ്ക്വയർ ആയിട്ടും കിട്ടും. ഇനി ഈ പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ നിങ്ങളൊന്ന് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും 0 0യും 1 1ഉം ആയിരിക്കും പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻ. സോ എക്സ് വേരി ചെയ്യുന്നത് 0 മുതൽ 1 വരെ ആയിരിക്കും. നമുക്ക് എന്താ കിട്ടുക? 0 to 1 അപ്പർ കർവ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്, മൈനസ് ലോവർ കർവ് എക്സ് സ്ക്വയർ ആണ്, ഡി എക്സ് എന്ന് കിട്ടും. റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? നമുക്കറിയാം എക്സ് റേസ് ടു 1/2 ആണ്. അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 3/2/3/2 ആണ്. ദാറ്റ് ഇസ് 2/3 എക്സ് റേസ് ടു 3/2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 1 എന്ന് വരും. 2/3 1 വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 2/3 into 1 മൈനസ് 1/3 എന്ന് കിട്ടും. 0 കൊടുക്കുമ്പോൾ രണ്ട് വാല്യൂസും 0 ആയി പോകും. സോ 2/3 മൈനസ് 1/3 is equal to 1/3, which means option 3 is right. സോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ രണ്ട് കർവ്സിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഏരിയ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അപ്പർ കർവിൽ നിന്ന് ലോവർ കർവ് മൈനസ് ചെയ്യണം. സോ അതിന്റെ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡയറക്ട്ലി ഒരു കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കാണണമെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഡയറക്ട്ലി ആ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് കാണും. ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ നമ്മൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് അങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. അടുത്തത് the value of the triple integral 0 to 1 integral 0 to 1, that is x is equal to 0 to 1 integral y is equal to 0 to 1 integral z is equal to 0 to 1 x square plus y square plus z square dz dy dx. ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ ആണല്ലേ. ഇൻ്റഗ്രേഷൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ട്രിപ്പിൾ ഇൻ്റഗ്രേഷൻ ഒക്കെ നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. സോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഫസ്റ്റ് വരുന്ന വേരിയബിൾ ഡി സെഡിന്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ആയിരിക്കും ഇത്. സോ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എക്സും വൈയും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് 2 and 3. എക്സും വൈയും നമ്മൾ അതുപോലെ കോൺസ്റ്റന്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ നമ്മളിപ്പോൾ 2യുടെ ഇന്റഗ്രൽ എന്താ? 2x എന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെ ഒക്കെ ഇന്റഗ്രൽ നമ്മൾ വേരിയബിൾ ആഡ് ചെയ്ത് പറഞ്ഞാൽ മതി. അത് പ്യോർലി കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഡി സെഡ്. ഞാൻ ആ ഇൻസൈഡ് പാർട്ടാണ് ആദ്യം ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും പ്യോർലി കോൺസ്റ്റന്റ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മളോട് 2യുടെ ഇന്റഗ്രൽ ചോദിച്ചാൽ നമ്മൾ 2z എന്ന് പറയും അല്ലേ. അതുപോലെ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ സെഡ് ആണ്. കാരണം എക്സ് സ്ക്വയറിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇതേപോലെ വൈ സ്ക്വയറിനെയും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വൈ സ്ക്വയർ സെഡ് എന്ന് കിട്ടും. ഇനി സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സെഡ് കോൺസ്റ്റന്റ് അല്ല. സോ ഡയറക്ട്ലി നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഒക്കെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ എഴുതുന്ന പോലെ നമുക്ക് z³ by 3 എന്ന് എഴുതാം. ഫ്രം
0 to 1. സോ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി 1 വാല്യൂം 0 വാല്യൂം സെഡിനാണ് കൊടുക്കുന്നത് അല്ലേ, അടുത്ത വേരിയബിൾ സെഡ് ആണ്. സോ 1 വാല്യൂ കൊടുത്താൽ നമുക്ക് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1/3 എന്ന് കിട്ടും. മൈനസ് 0 കൊടുക്കുമ്പോൾ നമുക്ക് 0 എന്നാണ് കിട്ടുക. സോ നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇൻ്റഗ്രൽ ഇൻസൈഡ് ഇൻ്റഗ്രൽ എന്തായിട്ട് മാറി, x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1/3 ആയിട്ട് മാറി. അടുത്തത് ഈ ഒരു പീസിനെയാണ് നമ്മൾ രണ്ടാമത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സോ അടുത്ത ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുമ്പോൾ വൈയുടെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ആണ് ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ. അപ്പോൾ അതിൻ്റെ ഇത്രയും പാർട്ട് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1/3 ആണെന്ന്. ഇനി വിത്ത് റെസ്പെക്ട് ടു dy ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പണിയേ ഉള്ളൂ. സോ വി ഹാവ് 0 to 1 x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1/3 dy. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു വിത്ത് റെസ്പെക്ട് ടു y ആകുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി x സ്ക്വയറിനെ x സ്ക്വയർ y എന്ന് എഴുതിയാൽ മതി, കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ. അടുത്തത് y സ്ക്വയർ ആണ്. y സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് y³ 3 ആവും, കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y അല്ലേ ചെയ്യുന്നത്. അടുത്തത് എന്താ, 1/3 ആണ്. 1/3യുടെ ഇൻ്റഗ്രൽ എന്താ, എഗെയിൻ കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ അല്ലേ, 1/3 y എന്ന് വരും. 0 to 1 ആണ് ലിമിറ്റ് വരുന്നത്. 0 to 1 ആക്ച്വലി നല്ല സുഖമുള്ള ലിമിറ്റാണ്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഈ ലോ ലിമിറ്റ് 0 അല്ലാത്ത കേസിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആവും പ്രോബ്ലം. നമ്മളിങ്ങനെ നീട്ടി വലിച്ച് പിന്നെയും മൈനസ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ എറർ വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. 0 to 1 ആകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും. സോ 1 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് x സ്ക്വയർ പ്ലസ് 1/3 പ്ലസ് 1/3 ദാറ്റ് ഈസ് x സ്ക്വയർ പ്ലസ് 2/3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. x സ്ക്വയർ വൈക്ക് നമ്മൾ 1 കൊടുക്കുന്നു, y³ എന്ന് പറയുന്നത് 1/3 ആവുന്നു. എഗെയിൻ വൈക്ക് 1 കൊടുക്കുമ്പോൾ ഇങ്ങനെ വരുന്നു. 0 കൊടുക്കുമ്പോൾ എല്ലാ ടേമും 0 ആണ്. സോ x സ്ക്വയർ പ്ലസ് 2/3 എന്ന് കിട്ടി. സോ ഈ ഒരു വലിയ ഇൻ്റഗ്രലിൽ നമുക്ക് എന്തായിട്ട് കിട്ടി, x സ്ക്വയർ പ്ലസ് 2/3. ഇനി ഒരു ഇൻ്റഗ്രൽ കൂടി ബാക്കിയുണ്ടല്ലേ ചെയ്യാൻ, വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാനുണ്ട്. ബാക്കി രണ്ടും നമ്മൾ ചെയ്തു. സോ ഇപ്പോൾ കിട്ടിയ ഇൻ്റഗ്രൽ അതായത് x സ്ക്വയർ പ്ലസ് 2/3 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാൻ പോവാണ്. സോ ലാസ്റ്റത്തെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 to 1 dx ആണ്. ദാറ്റ് ഈസ് 0 to 1 x സ്ക്വയർ പ്ലസ് 2/3 dx എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം, x സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x³ ആണ് പ്ലസ് 2/3 x ഫ്രം 0 to 1. സോ വി ഹാവ് 1/3 പ്ലസ് 2/3 ഇസ് ഈക്വൽ ടു 1. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, വിച്ച് ഇസ് ഓപ്ഷൻ 4. ഇത് ഞാനിങ്ങനെ ലൈക്ക് സർക്കിൾ വരച്ച് ഓരോന്ന് എടുക്കാൻ കാരണം ചെറിയ സ്പേസ് ആയതുകൊണ്ടാണ്. നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്ത് ചെയ്ത് ഇൻ്റഗ്രേഷൻ കുറച്ച് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനി കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ തുടങ്ങിയിട്ട് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആദ്യം ഒന്ന് ചെയ്യുക, അപ്പോൾ രണ്ടെണ്ണമായിട്ട് മാറും ഇൻ്റഗ്രൽ, പിന്നെ ഒന്ന് ചെയ്യുക, എന്നിട്ട് ഫൈനൽ ഇൻ്റഗ്രൽ ചെയ്യുക. ആ ഒരു രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഞാൻ ഒറ്റ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരേപോലെ നമ്മളിങ്ങനെ 3 കേസ് എടുത്തിട്ട് ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ 1 ആയിട്ട് കിട്ടി. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. റിയലിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കോംപ്ലക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ വെക്ടർ ഓൾജിബ്രയിലെ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇനി നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് is the statement of fundamental theorem of calculus. ചോദിച്ചിട്ടുള്ളത് ഫണ്ടമെന്റൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. Every continuous function is integrable. Functions possessing primitives are necessarily continuous. If a real valued function is bounded and integrable on closed AB, and there exists a function capital F such that dy dx of f of x is equal to f on closed AB, then integral a to b f of x dx is equal to f of b minus f of a. Every monotonically increasing function is integrable. നമുക്കറിയാം കുറേ റിസൾട്ട്സ് ആണ് ഇതൊക്കെ. പക്ഷേ ഇതിൽ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ചോദിച്ചാൽ വിത്തൗട്ട് ഡൗട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓപ്ഷൻ 3 ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത് dy dx of f of x f ആണെങ്കിൽ ഇന്റഗ്രൽ a to b f ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, f of b മൈനസ് f of a. ഈ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ശരിക്കും നമ്മൾ ഇന്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അല്ലേ. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കുന്നത് തന്നെ ഇങ്ങനെ ആൻറ്റി ഡെറിവേറ്റീവ്. സൈൻ എക്സിന്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് മൈനസ് കോസ് എക്സ്, കാരണം മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. ആ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേഷന്റെ ബേസിക് സ്റ്റെപ്സ് തുടങ്ങിയത്. സോ ഇവിടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സോ ബാക്കി ഓപ്ഷൻസ് ഒന്നുമല്ല, തേർഡ് ഓപ്ഷൻ ആണ് നമുക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇഫ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇഫ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഇസ് മോണോട്ടോണിക് ഓൺ ക്ലോസ്ഡ് എ ബി ദെൻ ഇറ്റ് ഇസ് ഇന്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് എ ബി. എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഹാവിംഗ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓൺ എ ബി ഇസ് നോട്ട് ഇന്റഗ്രബിൾ. If a real valued function f is integrable, f square is also integrable. Every real valued continuous function is integrable. Actually ഇതിലെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ പ്രൂവ് ചെയ്ത് കാണിക്കാനൊന്നുമില്ല, സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് മോണോട്ടോണിക് ആണെങ്കിൽ അത് എന്തുകൂടി ആയിരിക്കും, ഇന്റഗ്രബിൾ ആയിരിക്കും, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ മോണോട്ടോണിക് ഫംഗ്ഷൻ ഇന്റഗ്രബിൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ദാറ്റ് ഇസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിച്ച് ഇസ് റിയൽ വാല്യൂഡ് ഓൺ ക്ലോസ്ഡ് എ ബി, അങ്ങനെയാണെങ്കിൽ അതും എന്തായിരിക്കും, ഇന്റഗ്രബിൾ ആയിരിക്കും. ഇനി എഫ് ഇന്റഗ്രബിൾ ആണെങ്കിൽ എഫ് സ്ക്വയർ ഇന്റഗ്രബിൾ ആണോ, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എഫ് ഇന്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് എ ബി ആണെങ്കിൽ എഫ് സ്ക്വയറും ഇന്റഗ്രബിൾ ആയിരിക്കും.
ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതായിരിക്കില്ലേ തെറ്റാവാനുള്ള ചാൻസ്. നമുക്ക് നോക്കാം. റിയൽ വാല്യൂഡ് ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് ഹാവിംഗ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓൺ എ ബി ഇസ് നോട്ട് ഇന്റഗ്രബിൾ. പക്ഷേ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഫൈനൈറ്റ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഇന്റഗ്രബിൾ ആവും. അതായത് ഫൈനൈറ്റ് എന്നുള്ളൊരു കേസ് ആയതുകൊണ്ട് നമ്മളത് ഹയർ മാത്ത് പഠിക്കുമ്പോൾ നമ്മൾ മെഷർ 0 എന്നൊക്കെ പറയും. സോ ഫൈനൈറ്റ് അല്ലെങ്കിൽ കൗണ്ടബിളി മെനി ഡിസ്കണ്ടിന്യൂട്ടീസ് ഒക്കെ ആണെങ്കിൽ ഇന്റഗ്രബിലിറ്റി നഷ്ടപ്പെടുന്നില്ല. സോ നമ്മൾ ഈ ഫൈനൈറ്റ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ നോട്ട് ഇന്റഗ്രബിൾ എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഷുഡ് ബി ഇന്റഗ്രബിൾ. സോ നമ്മുടെ ഇൻകറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ എഗെയിൻ റിയലിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റിയലിലെ 2 ക്വസ്റ്റ്യൻസ് ആണല്ലേ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ സെഷൻ 2 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി സെഷൻ 3 നമ്മൾ സൂൺ വരുന്നതായിരിക്കും. ബാക്കി നമ്മളിപ്പോൾ കവർ ചെയ്യാത്ത പേപ്പേഴ്സ് നമ്മൾ അപ്പോൾ കവർ ചെയ്യും. ആൻഡ് അതിൻ്റെ മുന്നേ ആയിട്ട് വളരെ അടുത്ത് കഴിഞ്ഞു CUET PG എക്സാമിനേഷനിലെ എൻട്രൻസ് എക്സാം അടുത്ത് കഴിഞ്ഞു. സോ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ കോഴ്സിലും, അതായത് പാർട്ട് എ ആൻഡ് പാർട്ട് ബിയിലുള്ള എല്ലാ സബ്ജക്റ്റിലും നമ്മൾ എക്സ്പേർട്ട് ഫാക്കൽറ്റി ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഫെസിലിറ്റീസും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എക്സാം അടുത്തിരിക്കുമ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതാം. സോ ഇനി നമുക്ക് 3rd സെഷനിൽ കാണാം. ബൈ.